ഹായ്, ഇന്ന് രാവിലത്തെ വ്ളോഗാണേ. ഇത് ആ മുഹറത്തിൻ്റെ അന്ന് അവധിയല്ലായിരുന്നു, അന്നത്തെ വ്ളോഗാണ്. അപ്പം പിള്ളേർക്ക് ക്ലാസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുള്ള പരിപാടികളാണ്. അപ്പോൾ ആദ്യം പട്ടയും ഗ്രാമ്പും ഏലക്കായും മുഴുവൻ മസാല എല്ലാം കൂടെ മൂപ്പിക്കണം. അതിനകത്തോട്ട് മല്ലിപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ മൂപ്പിക്കണം. തീ കുറച്ച് വെച്ച് മൂപ്പിക്കണം, കരിയാതെ കേട്ടോ. കരിഞ്ഞു പോകുന്നവർക്ക് ഇത്തിരി വെള്ളത്തിൽ കലക്കിയാണേലും മൂപ്പിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഈ പാനിൽ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വാട്ടിയിട്ട് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ആ അരപ്പ് അതാണ് ഇപ്പം ഞാൻ ചേർത്തത്. ആ അരപ്പൂടെ ചേർത്ത് ഇതിനകത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം ഓൾറെഡി മാറിയതാണല്ലോ, നമ്മൾ വാട്ടിയിട്ടാണല്ലോ അരച്ചെടുത്തത്. അപ്പോൾ ഒന്ന് ചൂടായാൽ മതി. അന്ന് ചൂടായിട്ട് അതിനകത്തോട്ട് ഒന്നാം പാൽ ചേർത്ത് തിളപ്പിക്കണം. ഒന്നാം പാൽ ഉപ്പും ചേർത്ത് തിളപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ചിക്കൻ ചെറിയ പീസാക്കി, ബോൺലെസ് ഇടുന്നതാണ് നല്ലത്. പക്ഷേ ഇവിടെ എല്ലാവർക്കും എല്ല് കടിക്കണം, അതുകൊണ്ട് ഞാൻ എല്ലൂടെ ചേർത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളൊക്കെ ഇടുന്നതാണ് നല്ലത്, സ്റ്റൂവിന് ചെറിയ കഷ്ണമാണ് നല്ലത്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് 10-20 മിനിറ്റ് വേവിക്കണം. എന്നിട്ട് വെന്ത് കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ട് ഗരം മസാല ഒരു 1/4 ടീസ്പൂണേ ചേർക്കാവുള്ളൂ. 1/4 ടീസ്പൂൺ ഗരം മസാലയും. ഇനി അത് കഴിഞ്ഞിട്ട് കാഷ്യൂ പേസ്റ്റ് കൂടെ ഞാൻ കശുവണ്ടി വെള്ളത്തിൽ കുതിർത്ത് അരച്ച് വെച്ചേക്കുന്നതാണ്, അതുകൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം. ഇവിടെ എല്ലാവർക്കും ഈ മസാലക്കറി ചിക്കൻ മസാലയൊക്കെ ഇട്ട് വെക്കുന്നതിൽ ഇഷ്ടം ഇതാണ്. ഈ മല്ലിയും മുളകും മസാല എല്ലാം കൂടി ഇട്ട് വെക്കുന്നതിലും നല്ലത് ഇങ്ങനെ കഴിക്കുന്നതാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതാണ്. ലാസ്റ്റ് ഞാനത് ഒന്നാം പാലൂടെ ചേർത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്വന്തം നെയ്യാണേ, ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നത്, നമ്മൾ സ്വന്തം ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ നെയ്ക്കകത്തോട്ട് കശുവണ്ടിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് അവസാനം സ്റ്റൂവിലോട്ട് ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ വായിക്കകത്തൂടെ കപ്പലോടുവാണ്. അതിൻ്റെ ചാറാണ് എനിക്കിഷ്ടം, നല്ല കുറുകിയ ചാറ്. നമ്മൾ ഈ കശുവണ്ടി പേസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, തേങ്ങാപ്പാലും ഒക്കെ ചേർത്തതല്ലേ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലതാണിത്. ഇത് അവസാനം ഞാനതെല്ലാം കൂടെ മൂപ്പിച്ച് ചേർക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ. അത് ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം അങ്ങനെ റെഡിയാക്കി എടുത്തു. ഇത് കേട്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ കളർ ഇരിക്കുന്നത്. മസാലക്കറി എല്ലാം കൂട്ടുന്നതിന് നമ്മുടെ വയറിന് ഏറ്റവും സുഖം അത് തന്നെയാണ്. അപ്പം ചപ്പാത്തി എല്ലാം മോനെ ചുട്ടെടുക്കുന്നുണ്ട്, നമ്മുടെ ഇടങ്കയ്യൻ ബാറ്റ്മാന്. അപ്പോൾ ഇടങ്കൈ ആയതുകൊണ്ട് ചപ്പാത്തി തിരിച്ചിടുമ്പോഴൊക്കെ അത് താഴോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ചപ്പാത്തിയെല്ലാം ചുട്ടെടുത്തു. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനിത് സ്റ്റീൽ പാത്രത്തിൽ എടുത്ത് വെക്കുന്ന കാണുമ്പോൾ അവർ പറയും, അമ്മ ഇത്തിരി നല്ല പ്ലേറ്റിലൊക്കെ എടുത്ത് വെച്ച് കാണിക്കുക. പക്ഷേ എനിക്ക് ഈ സ്റ്റീൽ പാത്രത്തിൽ കഴിച്ചാലേ ഒരു തൃപ്തി വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണിതിൽ. അപ്പം ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വരാം. ബൈ ബൈ.